ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സുഗുണം പോകരുത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സീക്രട്ട് ആൻഡ് സ്നേഹ ആൻഡ് സിജോ ആൻഡ് പുതിയ പുള്ളിക്കാരത്തിയുടെ കെട്ടാൻ പോകുന്ന പെങ്കൊച്ചി ഇവർ 4 പേരോടുള്ള ജാങ്കോ സ്പേസ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. സോ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരത്ത് ചോദിക്കുന്ന കുറെ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻ. സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. സ്നേഹ ചേച്ചിയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു ശരീരഭാഗം പറയാൻ പറ്റില്ല. ആണല്ലോ. ക്വസ്റ്റ്യൻ കേട്ടല്ലോ. കണ്ണേട്ടന്റെ ഭാര്യയാണ് സ്നേഹ. സ്നേഹ ചേച്ചിയുടെ ഏറ്റവും സൗന്ദര്യമുള്ള ശരീരഭാഗം ഏതാണ് എന്നാണ് ആങ്കർ ചോദിച്ചത്. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. സാധാരണ ആരുടെങ്കിലും ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ ഞാൻ ഇതൊരു വീഡിയോ ആക്കത്തില്ലായിരുന്നു. പക്ഷെ നമ്മുടെ കണ്ണേട്ടനാണ് അവിടെ ഇരിക്കുന്നത്. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. ആരുടെ ഇന്റർവ്യൂ കണ്ടാലും അതിനകത്ത് എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ കുത്തിന്ന് റിയാക്ട് ചെയ്യുന്ന പുള്ളിക്കാരനാണ് നമ്മുടെ സീക്രട്ട്. സോ അന്നേരം തനിക്കെതിരെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ സമയത്ത് അത് പുള്ളിക്കാരൻ ഭയങ്കര ഫണ്ണായിട്ട് വിട്ട്. എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? ഈ വീഡിയോക്കകത്ത് മാത്രമേ ഉള്ള ഈ പറയുന്ന ആദർശങ്ങൾ സ്വന്തം ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന വീഡിയോയിൽ വന്നിരുന്ന് പറയുന്ന ആദർശങ്ങൾ 0 ആണ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? കണ്ണേട്ടന്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഈ പറയുന്ന വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഇതിപ്പോ ഒരു വീഡിയോ ആയിട്ട് ചെയ്തേനെ. സത്യമല്ലേ? ഭാര്യയുടെ ഏറ്റവും നല്ല ഭാഗം ഏതാണ്? ഭാര്യയുടെ എവിടെയാണ് ടാറ്റു? ആ ചോദ്യം അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ഭാര്യ ഇനി അടുത്ത ടാറ്റു അടിക്കുന്നത് എവിടെയാണ്? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. പക്ഷെ സീക്രട്ട് ഏജന്റ് എന്തുകൊണ്ട് ഇവിടെ പ്രതികരിക്കാതെ ഇങ്ങനെ മണ്ടനെ പോലെ ഇരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ഞാൻ പോയി വരട്ടെ മക്കളെ.